23 സങ്കീർത്തനത്തിന് 6 വാക്യം വായിക്കും. നമുക്ക് സുപരിചിതമായ സങ്കീർത്തനമാണ്. 23 സങ്കീർത്തനത്തിന് 6 വാക്യം. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇവിടെ സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നു, ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അത് ദാവീദിന്റെ അനുഭവമാണ്. ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീവിതത്തില് നന്മയ്ക്ക് വേണ്ടി ഓടി നടക്കുന്നവരാണ്, ദൈവ കരുണയ്ക്ക് വേണ്ടി ഓടി നടക്കുന്നവരാണ്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അതിനുവേണ്ടി വളരെയധികം പ്രവർത്തിക്കുന്നവരാ. ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, ഇതിന്റെ പുറകെ നമ്മൾ പോകണ്ട. ദൈവ സാന്നിധ്യത്തിൽ നാം വസിച്ചാൽ ഇതൊക്കെ നമ്മുടെ പുറകെ വരും. ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഇത് ദാവീദിന്റെ അനുഭവമാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഇസ്രായേലിന്റെ 2ാമത്തെ രാജാവായി ഇസ്രായേലിയുടെ തലമുറകളിൽ ഒരുവനെ ദൈവം തിരഞ്ഞെടുത്തപ്പോൾ ഇസ്രായേലിന്റെ 8ാമത്തെ മകനായ ദാവീദിനെ ഇസ്രായേലും സഹോദരങ്ങളും അവഗണിച്ചു കളഞ്ഞു. കാരണം അവൻ കഴിവില്ലാത്ത ഒരാള്. അതുകൊണ്ട് അവൻ ആടിനെ മേയ്പ്പാനായിട്ട് അവസരം കൊടുത്തു. മറ്റ് 7 മക്കളെയും ഉന്നത വിദ്യാഭ്യാസവും മിലിറ്ററിയിലും ഒക്കെ ആക്കി അവർക്ക് മാന്യത കൊടുത്തു, എല്ലാം അവരെ വളർത്തി. എന്നാൽ ദൈവത്തിന്റെ ദൈവത്തിന്റെ കൽപ്പന അന്നത്തെ ശ്രേഷ്ഠ പ്രവാചകനായ ശൗമേൽ ആളയച്ച് ഇശായിയോട് പറഞ്ഞപ്പോൾ ഇശായി ദാവീദിനെ ഒഴിച്ച് മറ്റ്7 മക്കളെയും വിളിച്ചു വരുത്തി അവരെ ഒരുക്കി രാജാഭിഷേകത്തിനായി നിലനിർത്തി. മാത്രമല്ല ചുറ്റുപാടുള്ള വലിയ ദേശത്തിന്റെ അധിപതികളെയും മാന്യന്മാര് കുടുംബത്തിലെ മറ്റംഗങ്ങളെയൊക്കെയും വിളിച്ചു വരുത്തി വീട്ടിൽ വലിയ സദ്യ ഒരുക്കി. എന്നാൽ സ്വന്തം കുടുംബത്തിന്റെ അന്നത്തെ കാലത്തെ കുടുംബത്തിന്റെ വരുമാനം ആടുകളാണ്. അതിനെ മേയിച്ചുകൊണ്ട് കുടുംബത്തെ നിലനിർത്തുന്ന ഇളയ മകനെ മറന്നു. അവനെ പുൽപ്പുറത്ത് വിട്ടു. ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവരെ ഇശായി ശ്രേഷ്ഠരായി കണ്ടു. എന്നാൽ ദൈവം ദാവീദിനെ ശ്രേഷ്ഠനായി കണ്ടു. ദാവീദിന് അർഹതയില്ലാത്ത സ്ഥാനത്ത്, അല്ലെ ദാവീദ് ആഗ്രഹിക്കാത്ത സ്ഥാനത്ത് ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇശായി മറ്റ് 7 മക്കളെയും നിർത്തി ശൗമേലിനെ മുമ്പിൽ നടത്തി. ശൗമേലിനോട് ദൈവം പറഞ്ഞു, നീ ആരുടെയും പൊക്കം നോക്കണ്ട, ആരുടെയും സൗന്ദര്യം നോക്കണ്ട, ഞാൻ നിന്നെ ആരെ അഭിഷേകം ചെയ്യണമെന്ന് പറയുന്നു അവനെ മാത്രം അഭിഷേകം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഈ 7 ആൺമക്കളെയും ശൗമേലിന്റെ മുമ്പിൽ കൂടെ ഇശായി കൊണ്ടുവന്നു. എങ്കിലും 7 പേരിലും അഭിഷേകം ചെയ്യുവാൻ ദൈവ നിയോഗം ശൗമേലിന് കൊടുത്തില്ല. ദൈവത്തിന് സ്തോത്രം. ശൗമേലിന് അത്ഭുതമായി. കാരണം ഇശായി തന്റെ മക്കളെ എല്ലാം കൊണ്ടുവന്നു. മക്കളെ ഒരുവനെ അഭിഷേകം ചെയ്താണ് തന്നെ ഇവിടെ അയച്ചത്. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ദൈവം ആരെയും അഭിഷേകം ചെയ്യുവാൻ ശൗമേലിനോട് കൽപ്പിക്കുന്നില്ല. അപ്പോ ഇശായിയോട് ചോദിച്ചു, ഇനി നിനക്ക് മക്കൾ വല്ലവരും ഉണ്ടോ? ഒരുവനുണ്ട്, അവൻ ആടുകളെ ശൗമേൽ പറഞ്ഞു, അവനെ വിളിച്ചുകൊണ്ടുപോവാ. സദ്യ ഒരുങ്ങിയിരിക്കുന്നു, ദേശത്തിലുള്ള പ്രധാനികൾ വന്നിരിക്കുന്നു, സദ്യക്കുള്ള സമയമായി. എന്നാൽ ആടുകളുടെ ഇടയിൽ ആടിനെ മേയിച്ചുകൊണ്ടിരുന്ന ദാവീദിനെ ആളയച്ച് വരുന്നത് വരെ അവരൊക്കെയും വെയിറ്റ് ചെയ്തു. ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെ, ദാവീദ് പറയാണ്, നന്മയും കരുണയും നമ്മളെ തേടി വരുന്നതാ. ഹല്ലേലൂയ. അതിന്റെ പുറകെ നാം തേടണ്ട. ദാവീദ് തേടിയതല്ല അഭിഷേകം, രാജാവാകുമെന്നോ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, സിംഹാസനത്തിൽ ഇരിക്കുമെന്നോ, ഹല്ലേലൂയ, കിരീടം ധരിക്കുമെന്നോ ഒന്നും ദാവീദ് കരുതിയല്ല. എന്നാൽ ദൈവം കരുതി. നമ്മുടെ അവസ്ഥ ഇതല്ലേ? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇതുവല്ലോ നാം കരുതുകയാണോ? നാമോ നമ്മുടെ തലമുറകളോ ഈ നിലയിലായിത്തീരുമെന്ന് നമ്മൾ ആരും കരുതിയതല്ല. ദൈവത്തിന് സ്തോത്രം. ദൈവം കരുതി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ നന്മയും കരുണയും കഴിഞ്ഞ നാളുകളിൽ നമ്മളെ തേടി വന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളെ തേടി വന്നതുകൊണ്ടാണ് നാം ഇന്ന് ഈ നിലയിലായിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അത് നാം മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. ദാവീദ് അത് മറന്നില്ല. ഹല്ലേലൂയ. തനിക്ക് സിംഹാസനം കിട്ടി, കിരീടം കിട്ടി, അധികാരം കിട്ടി, ഏറ്റവും മേത്തനമായ വസ്ത്രങ്ങൾ കിട്ടി. ഹല്ലേലൂയ. എങ്കിലും ദാവീദ് ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോൾ ഇതൊക്കെയും മാറ്റിവെച്ചാ വരുന്നത്. ഹല്ലേലൂയ. ദാവീദിന്റെ ഓർമ്മ താൻ ആട്ടിടനായിരുന്നു, അർഹതയില്ലാഞ്ഞ സ്ഥാനത്ത്. ഹല്ലേലൂയ, എന്നെ വിളിച്ച് ഈ പദവി ദൈവം തന്നതാ, അധികാരം ദൈവം തന്നതാ, ഹല്ലേലൂയ, ഈ എല്ലാ മാന്യതകളും ദൈവം തന്നതാ. ദാവീദ് അത് മറന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പഞ്ഞിവസ്ത്രം ധരിച്ച് സാധാരണക്കാരനെ പോലെ ഹല്ലേലൂയ ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തിന്റെ നിയമവട്ടത്തിന് മുമ്പിൽ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തെ ആരാധിച്ചതായി നമുക്ക് ദൈവത്തിൽ കാണുവാൻ തക്ക വഴിയായിത്തീരും. അതുകൊണ്ട് ദാവീദിനെ മാത്രമല്ല, ദാവീദിന്റെ തലമുറകളെ അനുഗ്രഹിച്ചു.
ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദാവീദിന്റെ തലമുറകളിൽ ഒരുവൻ സിംഹാസനമില്ലാതെ അതേ രാജ്യത്വം അതേ തലമുറകൾക്കായി കൈമാറി. മാത്രമല്ല ലോക രക്ഷിതാവായ കർത്താവ് യേശു ക്രിസ്തു ഹല്ലേലൂയ ദാവീദിന്റെ തലമുറയിൽ ജനിപ്പാൻ തക്കവഴിയായിട്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ മാനിച്ചാൽ ദൈവം നമ്മളെ മാനിക്കും. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ ഹല്ലേലൂയ ദൈവത്തെ നമ്മളോ നമ്മുടെ മാതാപിതാക്കളോ മാനിച്ചതിന്റെ അവന്റെ കരുണയും ദൈവം ഇന്ന് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കും. 10-ാം കൽപ്പനയിൽ 4-ാമത്തെ കൽപ്പന പറയുന്നത് ഹല്ലേലൂയ ദൈവത്തെ ഭയപ്പെട്ട് ദൈവ കൽപ്പന പ്രകാരം ജീവിച്ചാൽ 1000 തലമുറ വരെ അനുഗ്രഹിക്കുമെന്ന. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവ നിഷേധികളായി ജീവിച്ചാൽ 4-ാം തലമുറ വരെ ശിക്ഷ ഉണ്ടാകുമെന്ന. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നാമും നമ്മുടെ തലമുറകളും നന്മകൾ അനുഭവിക്കുന്നത് ദൈവത്തിന്റെ ദാനമാണ്. ഇവിടെ ദാവീദ് പറയുന്നു ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ നന്മയും കരുണയും നമ്മളെ തേടി വരണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ദാവീദ് ആട്ടിടയനായിരുന്നു. ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ആട്ടിടയന്റെ രീതിയിൽ ദാവീദ് പറയുന്നു താൻ ഒരു ഇടയനാണ്, എന്നാൽ നമ്മുടെ ദൈവം നമ്മുടെ ശ്രേഷ്ഠ ഇടയനാണ്. ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ശ്രേഷ്ഠ ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നവൻ. ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ സ്വന്തം ജീവനെ പോലും മറന്ന് മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ഹല്ലേലൂയ ഒരു ഇടയനാണ് നമുക്കുള്ളത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പാവങ്ങൾക്കും രോഗങ്ങൾക്കും വേണ്ടി കാൽവറി പരമയാഗമായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യവർഗത്തെ ദൈവത്തോട് അടുവിപ്പാൻ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ദൈവമായിരുന്നവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചോളെന്ന് വിചാരിക്കാത്ത ഭൂമിയിൽ ഇറങ്ങി വന്ന് ഹല്ലേലൂയ മനുഷ്യനായി മനുഷ്യ വേഷമെടുത്തു. ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ കാലി തൊഴുത്തിൽ പറന്നു. ഹല്ലേലൂയ യോസേപ്പിന്റെ തച്ചനായി ഹല്ലേലൂയ 30 വർഷക്കാലം യോസേപ്പിന് കീഴ്പ്പെട്ടു. ഹല്ലേലൂയ തച്ചനായി അതേ തച്ചന്റെ ശുശ്രൂഷകൾ ചെയ്തു. ദൈവത്തിന് സ്തോത്രം. 3.5 വർഷക്കാലം പിതാവിന്റെ ഇതപ്രകാരം ശുശ്രൂഷ ചെയ്ത് അല്ലെങ്കിൽ കാൽവറിയിൽ പരമയാഗമായി തീർന്ന് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. നമ്മൾ വീണ്ടെടുത്ത് സ്വർഗത്തിൽ നമ്മുടെ പേരെഴുതി സ്വർഗീയ പൗരന്മാരാക്കി ദൈവമക്കളാക്കി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അറിയ നരകത്തിന് അവകാശികളായിരുന്ന നമ്മളെ അധമ പാതാളത്തിന് അവകാശികളായിരുന്ന നമ്മെ അവിടുന്ന് വീണ്ടെടുക്കുവാൻ ദൈവമായിരുന്നവൻ ഹല്ലേലൂയ സ്വന്തം ജീവനെ വെടിഞ്ഞ് ഹല്ലേലൂയ ഭൂമിയിലേക്ക് വന്നു. ദൈവത്തിന് സ്തോത്രം. ആ ശ്രേഷ്ഠ ഇടയനാണ് നമ്മുടെ ഇടയൻ. ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ദൈവത്തിന് ഇവിടെ ദാവീദ് പറയുന്നു അവൻ പച്ചയായി പുൽപ്പറങ്ങളിൽ നമ്മളെ കിടത്തുന്നു. ദൈവത്തിന് സ്തോത്രം. നടത്തുന്നു എന്നല്ല, കിടത്തുന്നു. ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് നന്മകളും സമൃദ്ധിയും ദൈവം തരുമ്പം തന്നെ ഹല്ലേലൂയ അതിന് ചില നിബന്ധനകളുണ്ട്. ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ഈ സമൃദ്ധി അനുഭവിക്കുന്നതിന് ഹല്ലേലൂയ ദൈവത്തിന് അനുഭവിക്കുന്ന നാം ഹല്ലേലൂയ മറ്റുള്ളവരെ പോലെ ജാതികളെ പോലെ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം നിയന്ത്രണമില്ലാത്തവരല്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ പരിധികളുണ്ട്, പരിമിതികളുണ്ട്. ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. വ്യവസ്ഥകളുണ്ട്. വ്യവസ്ഥയിൽ നാം ഹല്ലേലൂയ ദൈവഹിതപ്രകാരം ജീവിക്കേണ്ടവരാ. ദൈവത്തിന് സ്തോത്രം. ദൈവം നന്മ തരുന്ന നമുക്ക് അനുഭവിപ്പാനാ. ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ സഭാപ്രസംഗി 5-ാം അധ്യായത്തിന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ 17-ാം വാക്യം വായിക്കാം. സഭാപ്രസംഗി 5-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം. അവന്റെ ജീവകാലം ഒക്കെയും ഇരുളിലും വ്യസനത്തിലും ദീനത്തിലും ക്രോധത്തിലും കഴിയുന്നു. അല്ലേ 5:17 വാക്യം പറഞ്ഞു. 5:19-20 ദൈവം ധനവും ഐശ്വര്യവും അനുഭവിച്ച് തന്റെ ഓഹരി ലഭിച്ച് തന്റെ പ്രയത്നത്തിൽ സന്തോഷിക്കാൻ അധികാരവും കൊടുത്തിരിക്കുന്ന ഏത് മനുഷ്യനും അത് ദൈവത്തിന്റെ ദാനം തന്നെ. ദൈവം അവന് ഹൃദയ സന്തോഷം അരുളുന്നതുകൊണ്ട് അവൻ തന്റെ ആയുഷ്കാലം ഏറെ ഓർക്കുകയുമില്ല. ദൈവത്തിന് സഭാപ്രസംഗി പറയുന്നു, ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ പറയുന്നത് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. നന്മകൾ ദൈവം തരുന്ന ഇതൊക്കെ മായ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവം നമുക്ക് തരുന്ന നന്മകളാ. ദൈവത്തിന് സ്തോത്രം. അത് നമ്മൾ അനുഭവിപ്പാൻ ദൈവം തരുന്നതാ. ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ അതാ നാം അനുഭവിക്കുമ്പോൾ ഹൃദയ സമാധാനം നമുക്ക് നൽകണമെങ്കിൽ ദൈവത്തിന് സ്തോത്രം
ഈ ദൈവം തരുന്ന നന്മയ്ക്കൊത്തോണം ദൈവം ഹൃദയ സമാധാനം നൽകുന്നത് കൊണ്ടാണ് നമ്മുടെ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നത്, ആയുസ് കഴിഞ്ഞു പോകുന്നത് നാം അറിയാതിരിക്കുന്ന. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ലോക ജനത്തിന് ദൈവം ധനവും മാനവും കൊടുക്കുമ്പോൾ അത് അവർക്ക് കഷ്ടതയ്ക്കും ദുഃഖത്തിനും പ്രയാസത്തിനും കാരണമായി തീർന്നു. ദൈവം ഇത് മക്കളായി നമുക്ക് അത് സമാധാനം തരുവാൻ നമ്മുടെ ആയുഷ്കാലം അറിയാതെ വണ്ണം ദൈവത്തിന്റെ നിത്യ സമാധാനത്താൽ കാക്കപ്പെടുന്നവരാ നാം. ദൈവം തന്നിരിക്കുന്ന സകല നന്മകളും ദൈവത്തിന്റെ ദാനങ്ങളാ, അത് നമുക്ക് അനുഭവിക്കാൻ തന്നിരിക്കുന്നതാ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇവിടെ സങ്കീർത്തന ദാവീദ് പറയുന്നത് നമ്മളെ പച്ചയായ പുൽപ്പുറഞ്ഞ് കിടത്തിയിരിക്കുക. ദൈവത്തിന് സ്തോത്രം. അനുഭവിപ്പാനാ തരുന്നത്, അനുഭവിക്കാം. എന്നാൽ ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മെ കിടത്തിയിരിക്കുന്നിടത്ത്, ഇരുത്തിയിരിക്കുന്നിടത്ത് അതിനപ്പുറമായി ദൈവത്തിന് പോവാൻ, ദൈവത്തിന്റെ നന്മ ദൈവ വ്യവസ്ഥ പ്രകാരം നമുക്ക് അനുഭവിക്കാം. ദൈവ വ്യവസ്ഥ പ്രകാരം ഭൗതിക നന്മകൾ പ്രവർത്തിപ്പാനും അത് സമ്പാദിപ്പാനും നമുക്ക് അവസരങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കൾക്ക് പരിമിതികളും ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. അത് 1-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തെ നാം വായിക്കുന്നു. 1-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനം ആരംഭിക്കുന്നത് ദൈവത്തിന് 1-ാം സങ്കീർത്തനമായി. ദൈവം 150-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് ജീവനുള്ള ഒരു ദൈവത്തെ സ്തുതിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറയുന്നത് ജീവൻ പ്രാപിച്ച നാം എങ്ങനെ ജീവിക്കണം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഉപദേശം നാം ശ്രദ്ധിക്കണം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. ഒരു ഉപദേശം കേൾക്കും, അത് ദൈവവചനമായിരുന്നാലും അത് ദൈവത്തിന് സ്തോത്രം ഏത് ഉപദേശങ്ങളായിരുന്നാലും അത് ആരാണ് പറയുന്നത്, അത് ആർക്ക് വേണ്ടിയുള്ളതാണ്, അത് വിവേചിച്ചതിന് വേണം, വിവേചിച്ചതിന് ശേഷം വേണം നാം അത് ഉൾക്കൊള്ളുവാൻ. അല്ലെങ്കിൽ അത് നമുക്ക് ദൈവത്തിന് സ്തോത്രം പ്രയാസമായി തീരും. ദൈവത്തിന് സ്തോത്രം. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. നമ്മുടെ നടപ്പ്, നമ്മുടെ ആലോചനകൾ, നമ്മുടെ പോർട്ടുകൾ ദൈവത്തിന് സ്തോത്രം അത് ദൈവഹിത പ്രകാരമായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. രണ്ടാമതായി പറയുന്നു ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപിയുടെ വഴിയിൽ നിൽക്കരുത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ നിൽപ്പ് എപ്രകാരമാണ്? അത് ദൈവവ്യവസ്ഥ പ്രകാരമാണോ, ദൈവഹിതപ്രകാരമാണോ? അത് നാം വിവേചിച്ചറിയണം. മൂന്നാമത് പറയും നമ്മുടെ ഇരിപ്പിടങ്ങൾ നാം സൂക്ഷിക്കണം. ദൈവത്തിന് സ്തോത്രം. 114 സങ്കീർത്തനം 1-ാം വാക്യത്തിൽ പറഞ്ഞത് നാം ദൈവ ഭക്തന്മാരുടെ ഇടയിൽ നിൽക്കേണ്ടവരാ. ദൈവത്തിന് സ്തോത്രം. ദൈവസഭയിൽ നിൽക്കേണ്ടവരാ. ദൈവത്തിന് സ്തോത്രം. ദൈവ മക്കളുടെ സമൂഹത്തിൽ നിൽക്കേണ്ടവരാ. അപ്പൊ നാം ഇരിക്കുന്നതുമായ സ്ഥലങ്ങൾ എപ്രകാരമാണെന്ന് നാം ചിന്തിപ്പാൻ സങ്കീർത്തനക്കാരൻ ഓർമ്മപ്പെടുത്തുക. അത് നാം തിരിച്ചറിയണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാ 2-ാം വാക്യം പറയുന്നത്. ദൈവത്തിന്റെ ന്യായപ്രമാണം നാം വായിക്കണം, ദൈവ വചനം വായിക്കണം. അത് നാം ധ്യാനിക്കണം. ദൈവത്തിന് സ്തോത്രം. അത് നമ്മുടെ ഹൃദയത്തിൽ നാം സംഗ്രഹിക്കണം. ആദ്യം പ്രകാരം നാം ജീവിക്കണം. ദൈവത്തിന് സ്തോത്രം. എങ്കിലേ ഉപദേശം കേൾക്കുമ്പോൾ ഉപദേശം എന്താ നമുക്കറിയാൻ സാധിക്കത്തുള്ളൂ. അത് ആരിൽ നിന്നുള്ളതാ, അത് ആർക്കു വേണ്ടിയുള്ളതാ എന്ന് നാം വിവേചിച്ചറിയണമെങ്കിൽ ദൈവവചനം നാം വായിക്കണം. അത് നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. നാം നിൽക്കുന്ന സ്ഥലങ്ങൾ ദൈവഹിതമാണോ അല്ലയോ എന്ന് അറിയണമെങ്കിൽ ദൈവവചനം നമ്മളിൽ ഉണ്ടായിരിക്കണം. ദൈവത്തിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ഉണ്ടായിരിക്കണം. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം നൽകി നേരായ പാതയിൽ നടത്തുവാൻ പരിശുദ്ധാത്മാവിനെ ദൈവം നൽകിയിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. പരിഹാസികളെ ദൈവം വെറുക്കുന്നു. ദൈവം വെറുക്കുന്ന സ്ഥാനങ്ങളിൽ നാം നിൽപ്പാൻ പാടില്ല. അങ്ങനെ ദൈവവചനം ധ്യാനിച്ചാൽ ആ സംഘത്തിൽ വാക്യത്തിലേക്ക് നാം വായിക്കുന്നത് ആഴ്ചയിലേക്ക് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ നാം ആയിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഏത് പ്രതികൂലങ്ങളിലും നിലനിൽപ്പാൻ നമുക്കിടയായി തീരും. ദൈവത്തിന് സ്തോത്രം. വിശ്വാസം കുറഞ്ഞു പോകാതെ, പ്രത്യാശ നഷ്ടപ്പെട്ടു പോകാതെ ദൈവകൃപയിൽ നമുക്ക് നിലനിൽപ്പാൻ തക്കണം ഇടയായി തീരണമെങ്കിൽ ദൈവവചനം സംഗ്രഹിക്കണം. പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറഞ്ഞു കവിഞ്ഞൊഴുകണം. ദൈവത്തിന് സ്തോത്രം. അവിടെ നാം വായിക്കുന്നത് നമ്മുടെ ഇലവാടത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഏത് പ്രതികൂലങ്ങളിലും തളരാതെ, പതറാതെ, ഇടറാതെ നിലനിൽപ്പാൻ തക്കണം ഇടയായി തീരും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ ഇലകൾ
ദൈവത്തിന് സ്വന്തം മറ്റുള്ളവർക്ക് ഔഷധമായി തീരും. നാം പ്രതികൂലങ്ങളിൽ ദൈവകൃപയോടെ നിലനിൽക്കുമ്പോൾ നമ്മുടെ സാക്ഷ്യം മറ്റുള്ളവർക്ക് വിടുതലിനും അനുഗ്രഹത്തിനും കാരണമായി തീരുവാൻ തക്കമടിയായി തീരുവെന്ന സങ്കീർത്തനക്കാരൻ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ ദാവീദ് പറയുന്നത് അധിക പച്ചയായ പുൽപ്പുറങ്ങളിൽ നമ്മളെ കിടത്തിയിരിക്കുമ്പോൾ ദൈവവചനപ്രകാരം ദൈവഹിതപ്രകാരം നാം ജീവിപ്പാൻ തക്കമടിയായി തീരുമ്പോൾ ദൈവം നമ്മെ മാനിപ്പാൻ തക്കമടിയായി തീരും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അതിന്റെ 3-ാം വാക്യം വായിക്കുന്നത് ദൈവത്തിന് സ്തോത്രം 23-ാം സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യം. നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പ്രവൃത്തികളെ ദൈവം മാനിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മെ അറിയും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നാം ദൈവവചനപ്രകാരം നിലനിൽക്കുമ്പോൾ ദൈവം നമ്മെ അറിയും, നമ്മുടെ തലമുറകളെ അറിയും. ദൈവം നമ്മെ മാനിക്കും. നമ്മുടെ പ്രവർത്തന മേഖലകളെ, നമ്മുടെ ഔദ്യവും ആത്മീയമായ എല്ലാ പ്രവൃത്തികളെയും ദൈവം മാനിക്കുകയും അത് ദൈവത്തിന് സ്തോത്രം വിശാലതയിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. 23-ാം സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യത്തിൽ വായിക്കുന്നത് അവൻ അവന്റെ പ്രാണനെ തണുപ്പിക്കും. തിരുനാമം നിമിത്തം നീതിപാതയിൽ അവൻ നടത്തും. ദൈവത്തിന് സ്തോത്രം. ഹൃദയത്തിൽ നിത്യസമാധാനം തന്ന് ലോകത്തിന് തരുവാൻ കഴിയാത്ത സമാധാനം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ആ സമാധാനം പ്രാപിച്ച് ദൈവത്തിന് സ്തോത്രം നമ്മുടെ ഈ മരുഭൂമിവാസം കഴിപ്പാൻ തക്കണം. അത് പോകേണ്ട വഴി പരിശുദ്ധാത്മാവ് കാട്ടിത്തന്ന് ആ പരിശുദ്ധാത്മാവ് നമ്മളെ നിയന്ത്രിച്ച് വഴി നടത്തും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ എന്ന ദാവീദ് നമ്മൾ ദാവീദിന്റെ അനുഭവമാണ് ദാവീദ് പറയുന്നത്. മാത്രമല്ല അത് ദൈവത്തിന് സ്തോത്രം. അതിന്റെ 5-ാം വാക്യം പറയുന്നു, ശത്രുക്കൾക്കാങ്കെ എനിക്ക് വിരുന്നൊരുക്കുന്നു, എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എന്റെ പാനപാത്രവും നിറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണത നമ്മളിൽ വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആത്മനിറവിൽ ദൈവത്തെ ആരാധിപ്പാൻ തക്കവടിയായി തീരും. അതേ 47-ാം അധ്യായത്തിൽ വായിക്കുന്നത് അതേ ദൈവത്തിന് സ്തോത്രം. ദേവാലയത്തിൽ ഉമ്മരപ്പടിയുടെ കീഴിൽ നടക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നദി. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അത് ദൈവത്തിന് സ്തോത്രം. എസ്കേലിന് ദൂതൻ അളന്നു കൊടുക്കുമ്പോൾ ആദ്യം നിര്യാണി വെള്ളമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. നിര്യാണി വെള്ളത്തിൽ 1000 മുഴം സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ അത് മുട്ടോളം വെള്ളമായി. ആ മുട്ടോളം വെള്ളം 1000 മുഴം ദൂതൻ അളന്നു കൊടുത്തത് സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ അരിയോളം വെള്ളമായി. ദൈവത്തിന് സ്തോത്രം. അരിയോളം വെള്ളത്തിൽ അത് 1000 മുഴം എനിക്ക് കടപ്പാൻ വഹിയാത്ത ഒരു നദിയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ വളർച്ച പടിപടിയായിട്ട് ദൈവത്തിന് സ്തോത്രം. ദൈവം നമുക്ക് തരുന്ന പാതയിൽ നാം മുന്നേറുന്നതനുസരിച്ച് പരിശുദ്ധാത്മാവ് നമ്മളെ അതിന്റെ ആഴത്തിലേക്ക് ഇറക്കുവാൻ തക്കമിടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. നമ്മളെ മാനിപ്പാൻ ഇടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറയുന്നു ഹല്ലേലൂയയുടെ 4-ാം വാക്യം പറയുന്നത് കൂരിൽ നടന്നാലും നീ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടി ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരം നമ്മളോടുകൂടിയിരിക്കും. ദൈവം നമ്മെ മാനിക്കും. ആ ദൈവത്തിന്റെ കരത്തിന്റെ കീഴിൽ നാം ആയിരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ നന്മയും കരുണയും അല്ലെങ്കിൽ നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മെ പിന്തുടരുവാൻ തക്കവടിയായിരുന്നു. നാം അതിന്റെ പുറകെ പോകേണ്ട കാര്യമില്ല. ദൈവത്തിന് സ്തോത്രം. 84-ാം സങ്കീർത്തനത്തിന്റെ 11-ാം വാക്യം കൂടി ഒന്ന് വായിച്ചതിന്റെ വാക്കുകളെ ചുരുക്കുക. 84-ാം സങ്കീർത്തനത്തിന്റെ 11-ാം വാക്യം. യഹോവയായ ദൈവം സൂര്യനും പരിചയും ആകുന്നു. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. നേരോട് നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. ഇത് കൊരപുത്രന്മാരുടെ അനുഭവം അവിടെ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കൃപയും മഹത്വവും തരുന്ന ദൈവമാണ്. അവൻ നമുക്ക് സൂര്യന് പരിചയ നമ്മെ സംരക്ഷിക്കുന്ന നമ്മുടെ ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവിടെ നമുക്ക് വരുന്നൊരു മുന്നറിയിപ്പുണ്ട്. നേരോടെ നടന്നാൽ ഹല്ലേലൂയ ഒരു നന്മയും മുടങ്ങത്തില്ല. ദൈവത്തിന് സ്തോത്രം. അതിന്റെ മറിച്ചുള്ളത് നേരോടെ നടന്നില്ലെങ്കിലോ ദൈവത്തിന് സ്തോത്രം നന്മകൾ മുടങ്ങുവാൻ സാധ്യതയുണ്ട്. കോരകിന്റെ അനുഭവമാണ്. ദൈവമാക്കിയ സ്ഥാനത്ത് നിൽക്കാഞ്ഞതുകൊണ്ട് ഓരോരു ലഭിച്ച അനുഭവം എന്താ? ദൈവത്തിന് സ്തോത്രം. ഭൂമി വാവളർന്ന് വിഴുങ്ങുവാൻ കൊണ്ടേയായി തീർന്നു. എന്നാൽ അവിടെ തലമുറകൾ ദൈവത്തിന് വേണ്ടി നിലനിന്നു. ഹല്ലേലൂയ. ദൈവം അവരെ മാനിച്ചു. അവിടെ തലമുറകൾ എഴുതിയായി സങ്കീർത്തനം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കും.
അവരുടെ കരുണയും ദൈവം കരുണയും അവരുടെ തലമുറകൾ അവർക്കും അവരുടെ തലമുറകളെയും പുറകെ ചെല്ലും. ദൈവത്തിന് സ്തോത്രം. നാം വിശ്വസ്തയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം നമ്മെ പച്ചയായ പുൽപ്പുറങ്ങളിൽ കിടത്തിയിരിക്കുന്നു. നാം ആഗ്രഹിക്കാത്ത ചിന്തിക്കാത്ത നിലകളിൽ ദൈവം നമ്മുടെ തലമുറകളെ മാനിച്ചു. അത് നാം അനുഭവിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രമാക്കിയാൽ സർവ്വം ദൈവത്തെ ദാനമെന്നറിഞ്ഞ് ദാതാവിനെ ഭയപ്പെട്ട് ദാതാവിന്റെ ഹിതപ്രകാരം ജീവിച്ച് ദാതാവ് നിങ്ങൾക്ക് നൽകി തരുന്ന നന്മയും കരുണയും അത് ഈ ഭൂമിയിൽ മാത്രമല്ല, അത് നിത്യതയോളം നമ്മളെ എത്തിക്കുന്നതാ. നിത്യതയിൽ എത്തിച്ചേരാം ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്.